ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഞ്ചലിന ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് SSLC മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 സർക്കിൾസ്. അതിൻ്റെ ഫസ്റ്റ് പോർഷനായ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 42-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. Suppose we draw a circle with the bottom side of the triangles in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്കൊരു പിക്ചർ കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വരയ്ക്കാം. നമുക്ക് തന്നേക്കുന്ന പിക്ചറാണ് ഞാൻ വരച്ചത്. ഒരു പേര് കൊടുത്തേക്കാം അല്ലേ. ABC നമ്മൾ നെയിം കൊടുത്തു. തന്നേക്കുന്ന പിക്ചറാണ്. ആംഗിൾ ഇവിടെ തന്നെ പേര് കൊടുക്കുകയാണെങ്കിൽ AOD കൊടുക്കാം. അങ്ങനെ ആംഗിൾ AOB നമ്മൾ എത്ര ഇത് പറയാം, 110 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ADB നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ കാണുമ്പോൾ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതേപോലെ തന്നേക്കുന്ന ആംഗിൾ ACB അത് നമുക്ക് എത്രയാണ്, 70 ഡിഗ്രി ആണ്. ഇനി നമുക്ക് പറയാം ആംഗിൾ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ. ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്, നമുക്ക് അപ്പോൾ ആൻസറിൽ അതുപോലെ തന്നെ എഴുതാം. ആംഗിൾ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാണ്, ഈക്വൽ ടു 110. എത്രയാണ്, 110 ഡിഗ്രിയാണ് നമുക്ക് തന്നേക്കുന്ന പിക്ചറിലെ ഫസ്റ്റ് ട്രയാങ്കിൾ. അതേപോലെ തന്നെ നമുക്ക് പറയാം സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ് 90 ആണ് നമുക്ക് മനസ്സിലായി, പിക്ചർ കണ്ടപ്പോൾ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് പറയാം, പറയാം ആസ് 110 less than 90 the top corner will be inside the circle. ഇവിടെ നമുക്ക് പറയാം എന്താണ്, 110 അല്ലേ 90യേക്കാളും വലുത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സർക്കിളിന്റെ ഉള്ളിലായിരിക്കും ഈ 90 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ആൻസർ എഴുതി വെക്കാം. ആസ് 110 ഗ്രേറ്റർ ദാൻ 90. 110-നെക്കാളും 90യേക്കാളും വലുതാണ് 110. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, the top corner will be inside the circle. Will be inside the circle. Okay. ഇനി നമുക്ക് പറയാം ആംഗിൾ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. ഇവിടെ കാണുന്ന സെക്കൻഡ് ട്രയാങ്കിളിന്റെ ആംഗിൾ എത്രയാണ്, അത് നമുക്ക് അതുപോലെ എഴുതാം. ആംഗിൾ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഇനി പറയുകയാണ് therefore the top corner will be on the circle. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 90 ആയതുകൊണ്ട് എന്ത് പറയാം, therefore the top corner will be inside the circle. ഒന്നുകൂടെ പറയാം. ആംഗിൾ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയായിരുന്നു, 110 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പറയാണ് ആസ് 110 ഗ്രേറ്റർ ദാൻ 90 will the top corner will be inside the circle. 110 വലുതായതുകൊണ്ട് നമുക്ക് പറയാം 90യും ഇതിൽ ഉൾപ്പെടുന്നു പറയാം. ഇനി നമ്മൾ പറയണേ ആംഗിൾ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലായതൊരു 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പറയാണ് the top corner will be inside the circle. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി പറയുവാണ് ആംഗിൾ ഓഫ് ദ തേർഡ് ട്രയാങ്കിൾ. ആംഗിൾ ഓഫ് ദ തേർഡ് ട്രയാങ്കിൾ എത്രയാണ്, പിക്ചറിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 70 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വീണ്ടും നമുക്ക് എഴുതാം 70. ആരാണ് വലുത്, 90 ആണ് 70യേക്കാളും വലുത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എവിടെയായിരിക്കും ട്രയാങ്കിളിന്റെ, the top corner will be outside the circle.
Therefore, the top corner will be outside the circle. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. For each diagonal of the quadrilateral shown, check whether the other two corners are inside, on or outside the circle with the diagonals as diameter. ഇവിടെ നമുക്ക് ഒരു സർക്കിളിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് ആകെപ്പാടെ ഈ ക്വാഡ്രിലാറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ ഒരു ആംഗിള് തന്നിട്ടുമില്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ക്വാഡ്രിലാറ്റർ ഫില്ല് ചെയ്യുക. ഈ നാലാമത്തെ ആംഗിള് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ എത്രയാണ്? 360 ആണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് 360യിൽ നിന്നും ഈ മൂന്നെണ്ണത്തിനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ ആൻസറിനെ 360യിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഡി എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫോർത്ത് ആംഗിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. 360 മൈനസ് 55 പ്ലസ് 105 പ്ലസ് 110 അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 360 മൈനസ് 270. 360 മൈനസ് 270 എത്രയാണ്? 90 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി? 90 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് drawing a diagonal AC and taking it as the diameter of a circle. ഈ AC എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ആംഗിൾ ഡി നമുക്കറിയാം. ഇപ്പൊ എത്രയാണ്? ആംഗിൾ ഡി നമുക്ക് 90 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. Angle D will be on the circle. Angle B is equal to 55 degree. ആംഗിൾ ഡി എന്ന് പറഞ്ഞത് ഈ സർക്കിളിന്റെ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഇവിടെ 90 ആണോ വലുത് 55 ആണോ വലുത്? 90 ആണ് വലുതല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, therefore B will be outside the circle. അങ്ങനെയാണെങ്കിൽ ബി എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ 90യേക്കാളും ചെറുതായ കാരണത്താൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ബി. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ, അടുത്ത പാർട്ട് നോക്കിയേ. Drawing a diagonal BD and taking it as the diameter of the circle. ഇത് നമ്മൾ പറയുകയാണ് BD എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആംഗിൾ എ എന്ന് പറഞ്ഞത് എത്രയാണ്? 105 ആണ്. ആംഗിൾ സി 110 ആണ്. ആൻസർ ആംഗിൾ തന്നിട്ടുള്ളത്. As both angles are greater than 90. ഈ രണ്ട് ആംഗിൾസും 90യേക്കാളും വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻസൈഡ് ദ സർക്കിൾ. അതുകൊണ്ട് എയും സിയും ഇൻസൈഡ് ദ സർക്കിൾ ആണ് നമുക്ക് പറയാം. ഇപ്പൊ ഒന്നുകൂടി പറയാം, നമ്മൾ പറഞ്ഞു പോയതേ ഉള്ളൂ, നമ്മൾ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതാം, ആസ് ആംഗിൾ ഡി is equal to 90, D will be on the circle. ആംഗിൾ ബി is equal to എത്രയാണ്? നമുക്കറിയാം 55 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് പറയാം 90യേക്കാളും ചെറുതാണ് 55. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore B will be outside the circle. അതേപോലെ തന്നെ നമുക്ക് മറ്റ് ആംഗിൾസിലൂടെ നോക്കാം. ഡ്രോയിങ് എ ഡയഗണൽ ബി ഡി. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം, ഡ്രോയിങ് എ ഡയഗണൽ ബി ഡി. താഴോട്ടൊരു ഡയഗണൽ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ടേക്കിംഗ് ആസ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. അപ്പൊ എങ്ങനെ വരും? ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 105. ആംഗിൾ സി എത്രയാണ്? 110 ആണ്. അപ്പൊ നമുക്ക് പറയാം, ആസ് ബോത്ത് ആംഗിൾസ് ആർ, ഇങ്ങനെ എഴുതാം, കൺക്ലൂഡ് എഴുതാം, ആസ് ബോത്ത് ആംഗിൾസ് ആർ greater than
90. They lie. അപ്പോൾ നമുക്ക് പറയാം as both angles are greater than 90. ഈ ആംഗിൾ ബിയും ആംഗിൾ സിയും greater than 90 ആയതിനാൽ they lie in the circle. അത് സർക്കിളിനുള്ളിൽ തന്നെ ആയിരിക്കും. നമുക്ക് ലാസ്റ്റ് പറയാൻ പറ്റും, കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle where would be third vertex? ഇതിന്റെ തേർഡ് വെർട്ടെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം പിക്ചർ ഒന്ന് വരയ്ക്കാം. തേർഡിലായി തന്നേക്കുന്നത് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 5 cm, 12 cm, 13 cm. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലേ? എങ്ങനെയാണ്? ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. എങ്ങനെയാണ്? 5 square plus 12 square is equal to 13 square. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പോട്ടനസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 5 square എത്രയാണ്? 25 plus 12 square 144. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 144 plus 25 9 6 1 169. നമുക്കറിയാം 13 സ്ക്വയർ എത്രയാണ്? 169 ആണ്. നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താണ്? ഇതൊരു ട്രയാങ്കിൾ ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ആംഗിൾ ബി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90. അതേപോലെ തന്നെ ആംഗിൾ സി നോക്കുകയാണെങ്കിലോ ആരായിരിക്കും വലുത്? 90 ആയിരിക്കും വലുത്. അപ്പൊ നമുക്ക് പറയാം taking BC as a diameter and drawing a circle. ഇവിടെ BC ഒരു ഡയമീറ്റർ ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആംഗിൾ A will be outside the circle. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ BC നമ്മളൊരു ഡയമീറ്റർ ആക്കി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ A എപ്പോഴും ഔട്ട്സൈഡിലായി പോകും. ഇനി പറയുകയാണ് taking BC as a diameter. BC ഒരു ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡ്രോയിങ് എ സർക്കിൾ എ ഈസ് ഗ്രേറ്റർ ദാൻ 90. അങ്ങനെ വരുമ്പോൾ എയുടെ ആംഗിൾ എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. Therefore A will be outside the circle. അതുകൊണ്ട് എന്തായിരിക്കും? A outside the circle ആയിരിക്കും. അപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ taking AB as a diameter. AB ഒരു ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ഡ്രോയിങ് എ സർക്കിൾ taking AC as a diameter. അങ്ങനെ വരുവാണെങ്കിൽ സർക്കിളിന് ഉള്ളിൽ തന്നെ വരും. അതുപോലെ തന്നെ AC ഒരു ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് A ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ ഇൻസൈഡ് ദ സർക്കിൾ ആണോ എന്നാണ്. ആൻസർ എന്താണ്? A will be outside the circle. ചോദിച്ചിരിക്കുന്ന ഫോർത്ത് ക്വസ്റ്റ്യൻ. In the picture, a circle is drawn with a line as diameter and a smaller circle without half the line as diameter. Prove that any chord of the larger circle through the point where the circle meet is bisect by the small circle. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പിക്ചർ വരയ്ക്കാം. ഇവിടെ നമുക്ക് പറയാം AO ഈക്വൽ ടു OB. എന്താണ് റീസൺ? എന്താണ്? റേഡിയസ് ഓഫ് ബിഗർ സർക്കിൾ. വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് AO. എന്ത് ചെയ്യും? AOയും ഇവിടെ പിക്ചർ വരച്ചതിലുള്ള ഇതാണ്. കറക്റ്റ് സെന്ററിലാണ് O വരുന്നത്. ഇവിടെ ഈ വലിയ സർക്കിളിന്റെ സെന്ററിലാണ് O വരുന്നത്.
അപ്പൊ നമുക്ക് എന്ത് പറയാം? കറക്റ്റ് സർക്കിളിന്റെ സെന്ററിലാണ് O വരുന്നത്. അതുകൊണ്ട് AOയും OBയും ഈക്വൽ ആണ്. അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ എടുത്താൽ രണ്ടോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ റേഡിയസ് കിട്ടും. അതേപോലെ തന്നെ AB എന്നുള്ളത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ AO ഈക്വൽ ടു OB എന്ന് നമുക്ക് എഴുതാൻ പറ്റും. In a triangle, the line drawn from midpoint of one side, the line will bisect the third line. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തെ ബിന്ദുവിൽ നിന്നും മറ്റൊരു വശത്തേക്ക് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെങ്കിൽ രണ്ടാമത്തെ വശം അതിനെ സമഭാഗം ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയാം, if in a triangle the line drawn from midpoint, നമ്മൾ പറയല്ലോ O അതിന്റെ ഒരു midpoint ആണ്. If one side the line will bisect the third line, മൂന്നാമതൊരു ലൈനുമായിട്ട് അത് bisect ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Therefore AD is equal to DP. അതുകൊണ്ട് തന്നെ നമുക്ക് O midpoint ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ ലൈനിന്റെ കേസിൽ AP എന്ന ലൈനിന്റെ കേസിൽ അങ്ങനെ തന്നെയല്ലേ, AD ഈക്വൽ ടു DP എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ OD ഈക്വൽ ടു PB എന്ന് നമുക്ക് പറയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമൈൻ അപ് ടു 2 decimal places the perimeter and the area of the circle in the picture. നമുക്ക് ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിന് നെയിം കൊടുത്തു. ഒരു സർക്കിൾ വരച്ചു, ട്രയാങ്കിൾ ഉള്ളിലാക്കിയിട്ട് അതിന് നെയിം കൊടുത്തു, ABC എന്ന് നെയിം കൊടുത്തു. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എഴുതിനെ സ്ക്വയർ ഇട്ട് കൊടുക്കുവാണ്, അറിയാമല്ലോ. 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എന്താണ് 6 സ്ക്വയർ? 36 പ്ലസ് 9 റൂട്ട് 45. നമുക്കറിയാം റൂട്ട് 45 നമ്പർ ഒന്നുമില്ല, റൂട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 റൂട്ട് 5 എന്ന് ചെറുതാക്കി എഴുതാം. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം, circumference of the circle equal to 2 pi r. അപ്പോൾ എന്താണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താണ്? 2 pi r. അപ്പോൾ നമുക്ക് റേഡിയസ് നമുക്കിപ്പോൾ കിട്ടിയല്ലേ, നമുക്ക് ഇക്വേഷൻ അത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 pi ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 3 റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നിന്ന് 2 2 കൂടെ ക്യാൻസൽ ആയി പോന്നു. ബാക്കി നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻറ്റു 3 റൂട്ട് 5 ഇസ് ഈക്വൽ ടു എത്രയാണ്? പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14. അത് വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? 21.07 സെന്റിമീറ്റർ. ഇനി നമുക്ക് അടുത്തത് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് പൈ എഴുതുന്നു. ആറിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3 റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2. ആർ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പൈ ഇൻറ്റു 3യുടെ സ്ക്വയർ 9 ഇൻറ്റു റൂട്ട് 5ന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് മാറി 5 ആയിട്ട് വരുന്നു. ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ 4. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എത്ര കിട്ടുന്നു? 35.3 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നിനെ പറയാം, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. പൈ ആറിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ നമുക്കറിയാം 3 റൂട്ട് 5 ഡിവൈഡ് ബൈ 2 സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? പൈ ഇനി വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. 3യുടെ സ്ക്വയർ 9 റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്ന് പറഞ്ഞത് 5 ആകുന്നു. 2 സ്ക്വയർ 4 ആകുന്നു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
പൈയുടെ വാല്യൂ അറിയാമല്ലോ, പൈ ഇസ് ഈക്വൽ ടു 3.14 ആണ് പൈയുടെ വാല്യൂ. അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ 35 സെന്റിമീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റ് ശ്രദ്ധിക്കുക, സെന്റിമീറ്റർ സ്ക്വയർ. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameter through A. നമ്മളോട് ചോദിച്ചേക്കുന്നത് prove that P, B, Q lie on a line. P യും B യും Q യും ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്തത് prove that PQ is parallel to the line joining the centers of the circle and is twice as long as this line. അത്രയാണ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, ട്രയാങ്കിൾ PAB, ട്രയാങ്കിൾ PAB കണ്ടോ, PAB അതായത് നമുക്ക് തന്നേക്കുന്ന പിക്ചറിനെ നമ്മൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി ഇവിടെ നോക്കി, ഇവിടെ ഒരു ഡോട്ടർ ലൈൻ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടിന്റെയും പ്രത്യേകത എന്താണ്, രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു. കാരണം ഇതിന്റെ ഈ സൈഡ് 90 ഡിഗ്രി, ഈ സൈഡിന്റെ PBAയുടെ 90, അതേപോലെ തന്നെ ABQന്റെയും ആംഗിള് 90 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ട്രയാങ്കിൾ PAB അതായത് ഈ സെമി സർക്കിൾ ആയിട്ട് വരുന്ന ഫോം ചെയ്ത ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ സെമി സർക്കിൾ ആംഗിൾ PBA is equal to 90. പറഞ്ഞില്ലേ, PBA. ഈ ട്രയാങ്കിൾ ഒന്ന് ചെറുതായിട്ട് വരച്ച് കാണിക്കുക, മാറ്റി വരയ്ക്കാം. PBA എന്നുള്ളത് ഇങ്ങനെ വരുന്നു, PBA. ഈ ട്രയാങ്കിൾ നോക്കി എന്താണ്, 90 ഡിഗ്രി ആണ്. ഇത് നമ്മൾ എഴുതുകയാണ് ആംഗിൾ ABQ be a triangle on the semicircle of center D. അതായത് ഇപ്പൊ അതെന്ത് വരുന്നു, ആംഗിൾ ABQ എത്രയാണ്, നിങ്ങൾ തന്നെ നോക്കിയേ, ABQ. അടുത്ത ട്രയാങ്കിൾ ആണ്, അതുപോലെ വരച്ച് കാണിക്കാം. ഈ വലിയ പിക്ചറിൽ നിന്ന് മാറ്റിയെടുത്ത് വരയ്ക്കുകയാണ്, BQA. ABQ എന്താണ്, 90 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, ആംഗിൾ PBA പ്ലസ് ആംഗിൾ ABQ ഈക്വൽ ടു എത്രയാണ്, 90 പ്ലസ് 90 ഇസ് ഈക്വൽ ടു എത്രയാണ്, 180. എത്രയാണ്, 180 ഡിഗ്രി കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു ലീനിയർ പെയർസ് ആണ് നമുക്ക് പറയാം. ആംഗിൾ PBA ആൻഡ് ആംഗിൾ ABQ ആർ ലീനിയർ പെയർസ്. അപ്പോൾ നമുക്കറിയാം ആസ് AP AQ AP ആൻഡ് AQ ഈ രണ്ട് ഡയമീറ്റേഴ്സ് നോക്കിയേ, ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. അതായത് കൊണ്ട് നമുക്ക് പറയാം APയും AQവും ഇതിന്റെ സർക്കിളിന്റെ ഡയമീറ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. PQ be the line drawn through B perpendicularly to AB. അതായത് PQ എന്ന ലൈൻ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ടോ, AB എന്നൊരു ലൈൻ വന്നേക്കുന്നുണ്ടോ, അതുകൊണ്ട് therefore PBQ be lies on the same line. ഇത് പറയാം as AP AQ are diameter of the circle. AP and AQ are the diameters of the circle ആണ് നമ്മൾ കൺഫേം ചെയ്തു. അതേപോലെ തന്നെ PQ be the line drawn through B, അതായത് PQ എന്ന ലൈനിലേക്ക് AB എന്നൊരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നേക്കുന്നുണ്ടല്ലേ, നമ്മളിപ്പോൾ ഒരു ഡോട്ടർ ലൈൻ ആയിട്ട് വരച്ചില്ലേ AB എന്ന ലൈൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore PBQ lies on the same line. അതുകൊണ്ട് Pയും Bയും Q എല്ലാം സെയിം ലൈനിലാണ് എന്ന് നമുക്ക് പറയാം. നോക്കിയേ, M and N are the centers of the circle. ഈ രണ്ട് സർക്കിളിന്റെയും സെന്റർ ആണ് എമ്മും എന്നും. ഇത് പിക്ചർ നമ്മൾ കോമ്പസ് ഒക്കെ വെച്ച് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ M അതിന്റെ സെന്റർ ആയിട്ട് തന്നെ വരും. ഓക്കെ, പിന്നെ പറയുകയാണ് AP is equal to 2AM എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്, AP എന്ന് പറഞ്ഞത് 2M. അതായത് എന്താണ്, AP എന്നുള്ള എന്താണ്, അതിന്റെ ഡയമീറ്റർ ആണ്. പിക്ചർ നോക്കിയേ,
എ പി എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ എം എന്ന് പറഞ്ഞതിന്റെ സെന്ററുമാണ്. അപ്പം പി എം എന്നുള്ളത് അതിന്റെ റേഡിയസും അതേപോലെ തന്നെ എ എം എന്നുള്ളതും അതിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പി ഇസ് ഈക്വൽ ടു 2am. അതായത് എ പി ഡയമീറ്റർ ആണ്, എ എം അതിന്റെ റേഡിയസ് ആണ്. ഡയമീറ്റർ എന്താണ്? ഡി ഇസ് ഈക്വൽ ടു 2r എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എ പി ഇസ് ഈക്വൽ ടു 2am എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ പി ഡിവൈഡഡ് ബൈ എ എം ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയെടുത്താണ്. എ പി ഡിവൈഡഡ് ബൈ എ എം ഇസ് ഈക്വൽ ടു 2. സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. എന്താണ്? എ ക്യു ഇസ് ഈക്വൽ ടു എന്താണ്? എ ക്യു ഇസ് ഈക്വൽ ടു 2 en എന്ന് എഴുതാം, അല്ലെങ്കിൽ എൻ ക്യു എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ എഴുതാം, എ ക്യു ഡിവൈഡഡ് ബൈ എ എൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2. സിമിലർലി അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എം എ എൻ ഈക്വൽ ടു ആംഗിൾ പി എ ക്യു. മനസ്സിലായല്ലോ? ആംഗിൾ ഇത് രണ്ട് കേസിൽ നോക്കുവാണെങ്കിലും എമ്മും ഈ ചെറിയ സർക്കിളിന്റെ സെന്റർ ആണ്, എൻ വലിയ സർക്കിളിന്റെ സെന്റർ ആണ്. പി എ എന്ന് പറഞ്ഞത് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, എ ക്യു എന്ന് പറഞ്ഞത് വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ രണ്ടിന്റെ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറയാം, ആംഗിൾ എം എ എൻ ഈ ചെറിയുണ്ട് എം എ എന്നും അതേപോലെ തന്നെ പി എ ക്യു രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. therefore എം എൻ പി ക്യു ഇസ് ഈക്വൽ ടു എത്രയാണ്? 2mn. അതായത് പി ക്യു എന്ന് പറഞ്ഞാൽ താഴത്തെ അല്ലേ, ഇതിന്റെ രണ്ടിരട്ടിയുണ്ട്. പി ക്യു എന്ന് പറഞ്ഞത് എം എന്നിന്റെ രണ്ടാണ്. നമുക്ക് എന്ത് എഴുതാം? പി ക്യു ഇസ് ഈക്വൽ ടു 2mn എന്ന് നമുക്ക് ലാസ്റ്റ് കൺഫേം ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. So that the two circles drawn on the two equal sides of an isosceles triangle as diameters pass to the midpoint of the third side. നമുക്കവിടെ തന്നേക്കുന്നത് പിക്ചർ നമുക്ക് അതുപോലെ നമ്മൾ വരച്ചു. ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിക്ചർ വരച്ചു. ഇനി നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഡി ബി എത്രയാണ്? ആംഗിൾ എ ഡി ബി നമുക്കറിയാം. ഒന്ന് ചെറുതായിട്ട് വരച്ച് കാണിക്കാം. എ ഡി ബി എന്ത് ട്രയാങ്കിൾ ആണിത്? റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ. ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ അതിന്റെ റീസൺ നമുക്ക് എഴുതണം. ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് എഴുതണം? ട്രയാങ്കിൾ എ ബി ഡി ആംഗിൾ subtended by semicircle. സെമി സർക്കിളിൽ നിന്നാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുകയാണ് ആംഗിൾ സി ഡി എ ഇസ് ഈക്വൽ ടു എത്രയാണ്? സി ഡി എ ഇതേപോലെ തന്നെ തിരിഞ്ഞു വരുന്നു. സി ഡി എ അത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് തമ്മിൽ ആദ്യം നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ സി ഡി എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 180. അതായത് 90 പ്ലസ് 90 ഇസ് ഈക്വൽ ടു എത്രയാണ്? 180. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി ഡി and triangle ACDA അല്ലെങ്കിൽ ACD ഇത് ഏതാണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. എന്താണ്? റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾസ് ആണ് ഇത് രണ്ടും. ഇനി പറയുകയാണ് ഇൻ ട്രയാങ്കിൾ ABD BD സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് AD സ്ക്വയർ. അതായത് ഈ BD സ്ക്വയർ എന്ന് പറയുന്നതാണ് AB സ്ക്വയർ മൈനസ് AD സ്ക്വയർ ആണ്. റീസൺ എന്താണ്? AB ഈക്വൽ ടു AC. ഇവിടെ
എ ബിയും നോക്കിയ പിക്ചർ നോക്കി എ ബിയും എ സിയും എന്താണ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ബി ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. അതായത് ഈ ഭാഗം അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഇതേപോലെ തന്നെ നമ്മൾ എഴുതുകയാണ്. എന്ത് ഇവിടെ നോക്കിയേ, എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ, എ സി മൈനസ് എ ഡി. അങ്ങനെ ഒരു ആൻസർ എന്താണ് വരുന്നത്? ഡി സി അല്ലെങ്കിൽ സി ഡി സ്ക്വയർ ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ബി ഡി ഈക്വൽ ടു സി ഡി. ഇവിടെ എന്താണ്? ബി ഡിയും സി ഡിയും ഈക്വൽ ആണ് നമ്മുടെ അതിൽ നിന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. വായിക്കാം. Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. നോക്കിയേ, നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ 4 സർക്കിൾസ് ആണ് തന്നേക്കുന്നത്. അതിൽ നമ്മളൊരു റോംബസ് വരച്ചിട്ടുണ്ട് അല്ലേ? പിക്ചർ നോക്കിയേ, എ ബി സി ഡി എന്നൊരു റോംബസ് ഉണ്ട്. എ ബി സി ഡി ഇസ് എ റോംബസ്, സോ ഡയമീറ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഇങ്ങനെ ഈ റോംബസ് വരച്ചതിൽ നിന്നും എന്താണ് ഇതിന്റെ ഡയമീറ്റേഴ്സ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? അത് നമുക്ക് എഴുതി വെക്കാം. എ ബി സി ഡി എന്താണ്? ഈസ് എ rhombus. Diameters are perpendicular bisectors. അതുകൊണ്ട് അതിന്റെ ഡയമീറ്റേഴ്സ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. പിന്നെ നമുക്ക് പറയാം ആംഗിൾ എ ഒ ഡി ഇസ് ഈക്വൽ ടു 90. നോക്കിയേ, എ ഒ ഡി ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എ ഒ ഡി നമുക്ക് ഡോട്ടർ ലൈൻ വരച്ച് നോക്കാം. ഇനി മനസ്സിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വരയ്ക്കാം. എ ഒ ഡി നോക്കി ഇതിലെങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓരോ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് വെച്ച് നോക്കുമ്പോൾ എ ഒ ഡി എന്താണിത്? ഒരു 90 ഡിഗ്രി അല്ലേ? എ ഒ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് പറയാം എ ബി ഒ ബിയോണ്ട് സർക്കിൾ ഹാവിംഗ് ഡയമീറ്റർ എ ഡി. ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ എല്ലാം ഡയമീറ്റർ ആണ്. ഇവിടെ നോക്കിയേ, ഒ എന്ന് പറയുന്നത് ഒ ബിയോണ്ട് സർക്കിൾ ഹാവിംഗ് ഡയമീറ്റർ എ ഡി ഉണ്ടോ? എ ഡി എന്ന ലൈൻ നോക്കിയേ, അതിന്റെ ഇത് നമുക്ക് അടുത്ത പറയാം. എ ഒ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എ ഒ ബി ഇതിന് നേരെ താഴോട്ട് എ ഒ ബി ഇത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിന് നമുക്ക് സെയിം റീസൺ പറയാം. ഒ ബിയോണ്ട് സർക്കിൾ ഹാവിംഗ് ഡയമീറ്റർ എ ബി. ഏത് ഡയമീറ്റർ ആണ്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഏതാണ്? എ ബി ആണ്. ഇവിടുത്തേത് എ ഡി വന്നതുപോലെ തന്നെ ഇവിടുത്തെ ഡയമീറ്റർ ആരാണ് വന്നേക്കുന്നത്? എ ബി ആണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാണ് ആംഗിൾ ബി ഒ സി. ഓപ്പോസിറ്റ് സൈഡിലെ ബി ഒ സി അത് വരച്ച് കാണിക്കാം. ബി ഒ സി നോക്കിയേ, അത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. O beyond the circle having diameter DC. അതിന്റെ ഡയമീറ്റർ ഏതാണ്? ഡി സി ആണ്. അതിന്റെ ഈ സർക്കിളിലൂടെ അല്ലേ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഏതാണ്? ഡി സി ആണ്. ഇനി നമ്മൾ അടുത്തത് നോക്കുക. ഇനി ഒന്നുകൂടെ ഉണ്ട്. അതാരാണ്? ഡി ഒ സി. ഡി ഒ സി എത്രയാണ്? അതൊന്ന് വരച്ച് കാണിക്കാം. ഡി ഒ ഡി സി. അപ്പൊ എന്താണ് വരുന്നത്? ആംഗിൾ ഡി ഒ സി എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? O be the common point on the circle. ഇതെന്താണ്? ഈ O എന്താണ്? ഇവിടുത്തെ ഒരു കോമൺ പോയിന്റ് ആണ്. എല്ലാത്തിലും O വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ എ ഒ ഡി, ഇവിടെ എ ബി അല്ലെ, എ ഒ ബി, ബി സി ഒ,
DOC എല്ലാത്തിനകത്തും ഈ O വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AOB on the common point on the circle. അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം ആംഗിൾ AOD equal to angle AOB and angle COD equal to angle BOC and AD equal to AB. AOB the common side. ഇതില് AO എന്ന് പറഞ്ഞത് കോമൺ ആണ്. ഒന്നുകൂടെ പറയാം, ഇതില് സർക്കിളിൽ O കോമൺ ആണ്. അതേപോലെ തന്നെ ആംഗിൾ AOD യും AOB അതായത് മുകളിലും താഴെയും വരുന്ന ട്രയാങ്കിൾസ് ആണിത്. AOD മുകളിലും AOB താഴെയും വരും. അതുകൊണ്ട് രണ്ടും ഈക്വൽ, ഒരേ സൈഡിലും മുകളിലും താഴെയുമായിട്ട് വരുന്നത് കൊണ്ട് ഇത് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ഏത് ട്രയാങ്കിൾ ആണ്? COB. COB യും COD യും അത് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ്, മുകളിലും താഴെയുമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി പറയുകയാണ് ആംഗിൾ AD is equal to AB. എന്ത് ചെയ്യും? AD അതായത് ഈ ഡയമീറ്ററും മുകളിലും താഴെയും കിടക്കുന്ന ഡയമീറ്റേഴ്സും ഈക്വൽ ആണ്. അവിടെ എന്താണ് വരുന്നത്? AOB the കോമൺ. ഈ AO എന്നുള്ളത് രണ്ടുപേരുടെയും കോമൺ ആണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ് ട്രയാങ്കിൾ AOD and triangle AOB are equal triangles. Are equal. എന്തൊക്കെയാണ് റീസൺ? എന്താണ്? ട്രയാങ്കിൾ AOD യും ട്രയാങ്കിൾ AOB യും ഈക്വൽ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം OD ഈക്വൽ ടു OB. അതുകൊണ്ട് എന്ത് പറഞ്ഞു? OD യും OB. ഇപ്പൊ നമ്മൾ ഡയമീറ്റേഴ്സ് അല്ലേ വന്നത്. നമ്മൾ മുമ്പ് പറയുന്നതായിരുന്നു AD യും AB യും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് എന്ത് പറയാം? OD യും OB യും ഈക്വൽ ആണെന്ന് പറഞ്ഞു. Both the circle can passing through O, center O. അത് കഴിഞ്ഞ് അടുത്ത് നോക്കുകയാണ് ട്രയാങ്കിൾ BCD is an isosceles triangle. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? ട്രയാങ്കിൾ BCD ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. Those circles having diameters CD and BC are passing through midpoint of BD. ഇവിടെ എന്താണ്? രണ്ട് സർക്കിൾസിന്റെയും ഡയമീറ്റേഴ്സ് ആയ CDയും BCയും ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? BDയിൽ കൂടെയാണ്. നോക്കി, BDയിൽ കൂടെയാണ്. രണ്ടിന്റെ BDയുടെ മിഡ് പോയിന്റ് ആണ്. ഇവിടെ നോക്കി, BD എന്ന് പറഞ്ഞത് ഒന്ന് വലുതായിട്ട് പഠിച്ചെങ്കിൽ BD എന്ന് പറഞ്ഞത് ഇതാണ്. DB ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഇത് സെന്റർ വരുന്നു. ഏതാണ്? C. DCയും BCയും രണ്ടിന്റെ മിഡ് പോയിന്റ് ആരുടെയാണ്? DB എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മിഡ് പോയിന്റ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അവിടെ പറയാം OB the common of the four circles. ഇതിലിപ്പം എല്ലാ സർക്കിൾസിന്റെയും കോമൺ ഇപ്പൊ ആരാണ് വന്നേക്കുന്നത്? O ആണ് ഇതിന്റെ കോമൺ. Beyond the common for four circles. Okay, നമുക്ക് 9th question. A triangle is drawn by joining a point on a semicircle to the ends of the diameter. The semicircle are drawn with the other two sides as diameter. Prove that the sum of the area of the blue and red crescents on the second picture is equal to the area of the triangle. ഇവിടെ നമുക്ക് തന്നേക്കുന്ന പിക്ചർ കണ്ടോ? അതുകൂടെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് സെമി സർക്കിൾ ആണ് തന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഫുൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഏതാണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എത്രയാണ്? ഹാഫ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് അല്ലേ? 2R into H.
ഇതിൽ നിന്നും R2 കൂടെ ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി നമുക്ക് എന്ത് കിട്ടുന്നു? RH കിട്ടുന്നു. ഇനി ഏരിയ ഓഫ് ദ സെമി സർക്കിൾ നോക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് സെമി സർക്കിൾ എത്രയാണ്? പൈ ആർ സ്ക്വയർ ബൈ 2. എന്താണ്? ഏരിയ ഓഫ് ദ സെമി സർക്കിൾ പൈ ആർ സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് ഇതിൽ നിന്നും റെസ്റ്റ് പോർഷൻ, ബാലൻസ് ഉള്ള പോർഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നതിനോട് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നു. ഏരിയ ഓഫ് ദ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ദ റെസ്റ്റ് പോർഷൻ. റെസ്റ്റ് പോർഷൻ ഇസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? പൈ ആർ സ്ക്വയർ ബൈ 2 മൈനസ് എന്താണ്? RH. നമുക്ക് ആൻസറിൽ നിന്നും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിലും 6 ഉള്ളത് കൊണ്ട് രണ്ടിൽ നിന്നും 6 നമുക്ക് കോമൺ എടുക്കാം. 6 കോമൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടുന്ന് പൈ ആർ സ്ക്വയർ ആയിരുന്നു, ഒരാറ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ പൈ ആർ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇവിടുന്ന് 6 എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? H ആണ് ഉള്ളത്. നമുക്ക് എന്ത് പറയാം? The diameters of the red and blue semicircles are the sides of the two triangles. അതിന്റെ ഏരിയസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് തമ്മിൽ ഇനി ആഡ് ചെയ്യാം. പൈ A1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് പൈ A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതായത് A1 ഉം A2 അതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ എങ്ങനെ എഴുതാം? പൈ ബൈ 2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. രണ്ടിലും പൈ ബൈ 2 ഉണ്ട്. പൈ ബൈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ. ഇതിൽ നിന്നും ലാസ്റ്റ് എന്ത് എഴുതാം? പൈ ബൈ 2 ഇൻറ്റു A1 പ്ലസ് A2 സ്ക്വയർ എന്നുള്ളത് റേഡിയസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് R സ്ക്വയർ നമുക്ക് എഴുതാം. ഇനി ഏരിയ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസ്. ഏരിയ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസ്, രണ്ടിന്റെയും റെഡിന്റെയും ബ്ലൂവിന്റെയും ഏരിയ നമുക്ക് നോക്കാം. എന്താണ്? പൈ ബൈ 2 R സ്ക്വയർ മൈനസ് R ഇൻറ്റു നമുക്ക് തന്നേക്കുന്ന വാല്യൂ മൈനസ് ചെയ്യുക. പൈ R ഡിവൈഡഡ് ബൈ 2 മൈനസ് H. നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നല്ലോ, ആദ്യം കിട്ടിയ ആ വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് മൈനസ് ചെയ്യുന്നു. പൈ ബൈ 2 R സ്ക്വയർ മൈനസ് R ഓഫ് പൈ ആർ ബൈ 2 മൈനസ് Hൽ നിന്നും മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കോമൺ സ്ഥലം പോയി കഴിഞ്ഞ് ബാക്കി നമുക്ക് കിട്ടുന്ന ഏതാണ്? ഇത് രണ്ടും പോയി, ഇത് രണ്ടും പോയി. പിന്നെ ആകെയുള്ള എന്താണ്? RH ആണ് ബാലൻസ് ഉള്ളത്. ഇസ് ഈക്വൽ ടു RH. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു RH. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അടുത്ത എക്സസൈസുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.